ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് നെച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സെമി ഗ്രേവി ചിക്കൻ കറിയില്ലേ, അതാ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 പച്ചമുളകും ഒരു 7-8 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുക്കണം സവാള. ആ പരുവാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കുക. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ബാക്കി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 7-8 ഏലയ്ക്കും കൂടി ചേർത്ത് അതിൻ്റെയും ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ 1/2 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അത് നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് ആ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 20 മിനിറ്റിന് ശേഷം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വെന്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്